നമ്മളിൽ ചിലരിലെങ്കിലും കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ മടമ്പ് വേദന. നിലത്ത് കാൽ കുത്താൻ പറ്റാത്തൊരവസ്ഥയാണിത്. ഇത് പലപ്പോഴും നമ്മളുടെ ജീവിതത്തെയും തൊഴിലിനെയും ബാധിക്കുന്ന ഒന്നായി മാറുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ സങ്കീർണമായി മാറാൻ സാധ്യതകളുണ്ട്. നിൽക്കാനും നടക്കാനും പറ്റാത്ത അവസ്ഥ വരെ വന്നേക്കാം. ഉപ്പൂറ്റി വേദന ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമാണ് പ്ലാന്റാർ ഫേഷ്യാറ്റിസ്. പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് പ്ലാന്റാർ ഫേഷ്യ എന്ന് നോക്കാം. സപ്പോസ് ഇത് നമ്മളുടെ കാൽപാദങ്ങളാണെങ്കിൽ ഇത് കാൽവിരലുകളും ഇത് ഉപ്പൂറ്റിയാണെന്ന് വിചാരിക്കുക. കാൽവിരലുകളുടെ എല്ലുകളെയും ഉപ്പൂറ്റിയെയും ബന്ധിപ്പിക്കുന്ന ഷീറ്റ് അല്ലെങ്കിൽ ബാൻഡിനെയാണ് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത്. ഈ പ്ലാന്റാർ ഫേഷ്യയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെയാണ് പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് കാല് നിലത്ത് വെക്കുമ്പോൾ ഉപ്പൂറ്റിയിൽ തീവ്രമായ വേദന അനുഭവപ്പെടുക, കുറച്ച് നടന്നു തുടങ്ങുമ്പോഴേക്കും വേദന കുറയുന്നതായും കാണാം. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അമിത ശരീരഭാരം. ശരീരത്തിന്റെ ഭാരം താങ്ങുന്നത് പാദങ്ങളാണ്. അമിത ശരീരഭാരം കാരണം നമ്മളുടെ പാദങ്ങളിലേക്കും ഉപ്പൂറ്റിയിലും സമ്മർദ്ദം കൂടുകയും അത് കാരണം കാൽപാദത്തിന് അടിയിലുള്ള പ്ലാന്റാർ ഫേഷ്യയ്ക്ക് ക്ഷത സംഭവിച്ച് അത് വീക്കത്തിനും വേദനയ്ക്കും കാരണമാകുന്നു. മറ്റൊരു കാരണമാണ് ഹാർഡായിട്ടുള്ള ചെരുപ്പുകളുടെ ഉപയോഗം. കുഷനിങ് കുറവുള്ള ചെരുപ്പുകളുടെ ഉപയോഗം, അതുപോലെ ആർച്ച് സപ്പോർട്ട് ഇല്ലാതെ ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പുകളുടെ ഉപയോഗം, അതുപോലെ ഹാർഡ് സർഫസിൽ ഒരുപാട് നേരം ചെരുപ്പിടാതെ നടക്കുക. ഇതൊക്കെ കൊണ്ട് പ്ലാന്റാർ ഫേഷ്യയ്ക്ക് സമ്മർദ്ദം കൂടുകയും അത് വേദനയ്ക്കും വീക്കത്തിനും കാരണമാകുകയും ചെയ്യുന്നു. ഹൈ ഹീൽസ് ഉപയോഗിക്കുന്നവരിലും ഉപ്പൂറ്റി വേദന കണ്ടുവരുന്നുണ്ട്. ഹൈ ഹീൽസ് ധരിക്കുമ്പോൾ നമ്മളുടെ ശരീരഭാരം കാൽപാദങ്ങളുടെ മുൻഭാഗത്തേക്കും വിരലുകളിലേക്കുമായി ചുരുങ്ങുന്നു. ഇത് പ്ലാന്റാർ ഫേഷ്യയ്ക്ക് സമ്മർദ്ദം കൂട്ടി ഉപ്പൂറ്റി വേദന ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഫ്ലാറ്റ് ഫുട്ട്, ഹൈ ആർച്ച് ഫുട്ട് പോലുള്ള കണ്ടീഷൻസ് കൊണ്ടും ഉപ്പൂറ്റി വേദന ഉണ്ടാകാം. ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ പാദങ്ങൾ, അതായത് കാൽവിരലുകളുടെയും ഉപ്പൂറ്റിയുടെ നടുവിൽ ഒരു നോർമൽ ആർച്ച് ഉണ്ട്. കാൽപാദത്തിന്റെ മധ്യഭാഗത്തുള്ള ഈ ആർച്ച് ഇല്ലാത്തൊരവസ്ഥയാണ് ഫ്ലാറ്റ് ഫുട്ട്. എന്നാൽ ഹൈ ആർച്ച് ഫുട്ട് എന്ന് പറയുമ്പോൾ കാൽപാദത്തിന്റെ മധ്യഭാഗത്തുള്ള ആർച്ച് കുറച്ച് ഉയർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഹൈപ്പോ തൈറോയിഡിസം അഥവാ തൈറോയ്ഡ് ഹോർമോണിന്റെ കുറവ് കാരണവും ഉപ്പൂറ്റി വേദന ഉണ്ടാകാം. ഇത് നേരിട്ട് ഉപ്പൂറ്റി വേദനയ്ക്ക് കാരണമാകാറില്ല. എന്നാൽ ഈ അവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അമിത ശരീരഭാരം, അതുപോലെ ശരീരത്തിൽ ഉണ്ടായേക്കാവുന്ന ഫ്ലൂയിഡ് റിട്ടൻഷൻ എന്നിവ മൂലം നമ്മളുടെ കാലുകളിലും ഉപ്പൂറ്റിയിലും നീർക്കെട്ടും വേദനയും ഉണ്ടാകാം. പ്രമേഹം കാരണവും ഉപ്പൂറ്റി വേദന ഉണ്ടാകാം. പ്രമേഹം കാലക്രമേണ നമ്മളുടെ കാലുകളിലെ സന്ധികൾക്കും രക്തക്കുഴലുകൾക്കും കേടുപാടുകൾ വരുത്തുകയും അത് കാരണം രക്തയോട്ടം കുറയുന്നതായും കാണാം. ഈ അവസ്ഥയെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള രോഗികളിലും ഉപ്പൂറ്റി വേദന കണ്ടുവരുന്നുണ്ട്. വ്യായാമക്കുറവ് മൂലവും ഉപ്പൂറ്റി വേദന ഉണ്ടാകാം. വ്യായാമക്കുറവ് മൂലം കാൽപാദങ്ങളിലെ പേശികൾക്ക് ബലം കുറയുകയും ഇതുമൂലം പാദത്തിന്റെ ആർച്ചിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് പേശികൾക്ക് നൽകാൻ കഴിയാതെ വരികയും ഇത് പ്ലാന്റാർ ഫേഷ്യയ്ക്ക് സമ്മർദ്ദം കൂട്ടുകയും ഉപ്പൂറ്റി വേദനയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ് അല്ലെങ്കിൽ SLE പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ കൊണ്ടും ഉപ്പൂറ്റി വേദന ഉണ്ടാകാം. SLE നമ്മളുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾക്ക് നീർക്കെട്ടുണ്ടാക്കുകയും ഇങ്ങനെ ഉണ്ടാകുന്ന നീർക്കെട്ട് പാദങ്ങളിലെ പ്ലാന്റാർ ഫേഷ്യയ്ക്കും അക്കിലിസ് ടെൻഡോണിനെയും ഒക്കെ ബാധിച്ച് ഉപ്പൂറ്റി വേദന ഉണ്ടാക്കുന്നു. കാൽഷ്യം കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണവും ഉപ്പൂറ്റി വേദന ഉണ്ടാകാം. വൈറ്റമിൻ ഡി ശരീരത്തിൽ കാൽഷ്യം, ഫോസ്ഫറസിന്റെ ആഗിരണത്തിന് സഹായിക്കുന്നു. വൈറ്റമിൻ ഡി കുറയുമ്പോൾ കാൽഷ്യം അബ്സോർപ്ഷൻ കുറയുകയും ഇത് എല്ലുകളെ ബാധിക്കുകയും ചെയ്യുന്നു. എല്ലുകൾ ദുർബലമാകുന്നത് കാരണം നമ്മളുടെ ശരീരത്തിന്റെ ഭാരം വഹിക്കുന്ന ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഉപ്പൂറ്റിയിൽ വേദന ഉണ്ടാകുന്നു. ഇതൊന്നും കൂടാതെ അക്കിലിസ് ടെൻഡോണൈറ്റിസ്, ടാസൽ ടണൽ സിൻഡ്രോം, കാൽക്കേനിയൻ സ്പർ പോലുള്ള കണ്ടീഷൻസ് കൊണ്ടും ഉപ്പൂറ്റി വേദന ഉണ്ടാകാം. നമ്മളുടെ കാൽമുട്ടിന് പിന്നിലുള്ള പേശികളെ ഉപ്പൂറ്റിയായി ബന്ധിപ്പിക്കുന്ന ഒന്നാണ് അക്കിലിസ് ടെൻഡോൺ. ഈ ടെൻഡോണിനുണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് അക്കിലിസ് ടെൻഡോണൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ പാദത്തിന്റെ പിന്നിൽ ഉപ്പൂറ്റിയുടെ പിറകിലായിട്ടാണ് വേദന ഉണ്ടാകുക. അതുപോലെ നമ്മളുടെ ആങ്കിളിനകത്തുള്ള ടിബിയൽ നെർവിന് സമ്മർദ്ദം ഏൽക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ടാർസൽ ടണൽ സിൻഡ്രോം. ഈ ഒരു അവസ്ഥയിൽ നമ്മളുടെ ഉപ്പൂറ്റിയിലും പാദങ്ങളിലും തരിപ്പും വേദനയും അനുഭവപ്പെടാറുണ്ട്. മറ്റൊരവസ്ഥയാണ് കാൽക്കേനിയൽ സ്പർ. കാൽക്കേനിയൽ സ്പർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉപ്പൂറ്റിയുടെ അടിഭാഗത്ത് കാൽഷ്യം അടിഞ്ഞുകൂടുകയും അത് പിന്നീട് ഒരു മുള്ളു രൂപത്തിൽ ആയിത്തീരുകയും ചെയ്യുന്നു.
ഇവ കാലിനടിയിലുള്ള പ്ലാന്റാർ ഫേഷ്യക്ക് സമ്മർദ്ദം കൂട്ടി തീവ്രമായ വേദനയ്ക്ക് കാരണമാകുന്നു. ഉയർന്ന യൂറിക് ആസിഡ് കാരണവും ഉപ്പൂറ്റുവേദന ഉണ്ടാകാം. ഉയർന്ന യൂറിക് ആസിഡ് കാരണം രൂപപ്പെടുന്ന ക്രിസ്റ്റലുകൾ ഉപ്പൂറ്റിയിൽ അടിഞ്ഞുകൂടുകയും അത് വേദനയ്ക്കും വീക്കത്തിനും പുകച്ചിലിനും കാരണമാകുന്നു. ഇത്തരം വേദനകൾ രാത്രിയിൽ കൂടുന്നതായി കാണാം. ഇതുകൂടാതെ സന്ധിവാദം, ആമവാദം, രക്തവാദം പോലുള്ള കണ്ടീഷൻസ് കൊണ്ടും നമുക്ക് ഉപ്പൂറ്റുവേദന ഉണ്ടാകാം. ഇതൊക്കെയാണ് ഉപ്പൂറ്റുവേദന ഉണ്ടാകാനുള്ള കുറച്ച് കാരണങ്ങൾ. ആയുർവേദത്തിൽ ഇത്തരം അവസ്ഥയെ വാതകണ്ഡകം എന്ന് പറയുന്നു. വാതകണ്ഡക ചികിത്സയിൽ ഉള്ളിലോട്ട് സേവിക്കാനുള്ള മരുന്നുകളും ബാഹ്യമായിട്ടുള്ള ചികിത്സകളെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ചിലതാണ് അഗ്നികർമ്മം, ഇഷ്ടികാസ്വേദം, ഇലക്കിഴി, മണൽക്കിഴി, കല്ലുപ്പ് കൊണ്ടുള്ള കിഴി, ധാര എന്നിവ. ഇവയിൽ അഗ്നികർമ്മം ഒഴികെ ബാക്കിയൊക്കെ നമുക്ക് വീടുകളിൽ ചെയ്യാവുന്നതാണ്. ഇഷ്ടികാസ്വേദം ചെയ്യുമ്പോൾ ഇഷ്ടിക നന്നായി ചൂടാക്കി നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള ഔഷധം തിരഞ്ഞെടുത്ത് അത് ചൂടാക്കി ഇഷ്ടികയിൽ തളിക്കുമ്പോൾ നീരാവി അല്ലെങ്കിൽ വേപ്പേഴ്സ് വരുന്നു. ഈ വേപ്പേഴ്സിൽ നിങ്ങളുടെ ഉപ്പൂറ്റി വിയർപ്പിക്കാവുന്നതാണ്. അതുപോലെ ഇങ്ങനെ ചൂടാക്കിയ ഇഷ്ടികയുടെ മുകളിൽ വാതഹരമായിട്ടുള്ള ഇലകൾ വെച്ച് അതിന്റെ മുകളിൽ ഉപ്പൂറ്റി വെച്ച് വിയർപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. ഇഷ്ടികാസ്വേദം പോലെ തന്നെ വീട്ടിൽ ചെയ്യാവുന്ന മറ്റൊരു ചികിത്സാ രീതിയാണ് മണൽക്കിഴി. ഇതിന് മണൽ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് അത് ചൂടാക്കി കിഴി കെട്ടി ഈ കിഴി നിങ്ങളുടെ വേദനയുള്ള സ്ഥലത്ത്, അതായത് ഉപ്പൂറ്റി ഭാഗത്ത് പിടിക്കുന്നത് വളരെ നല്ലതാണ്. രാവിലെ ഉണ്ടാകുന്ന ഉപ്പൂറ്റി വേദന, അതായത് പ്ലാന്റാർ ഫേഷ്യയുടെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞിട്ടുണ്ടാകുന്ന ഉപ്പൂറ്റി വേദന പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ എക്സസൈസും ഫുഡ് സ്ട്രെച്ചസ് പോലുള്ള വ്യായാമങ്ങൾ കൊണ്ട് സാധിക്കും. പ്ലാന്റാർ ഫേഷ്യ ഒന്ന് റിലാക്സ് ചെയ്യാനും ഉപ്പൂറ്റി വേദന കുറയ്ക്കാനുള്ള കുറച്ച് എക്സസൈസും ഫുഡ് സ്ട്രെച്ചസും നോക്കാം. രാവിലെ എഴുന്നേറ്റ ഉടനെ, അതായത് ബെഡിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് നിങ്ങളുടെ കാലുകൾ രണ്ടും സ്ട്രെയിറ്റ് ആയി വെക്കുക. അതിനുശേഷം കാൽപാദങ്ങൾ നിവർത്തുകയും ചുരുക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്ലാന്റാർ ഫേഷ്യ ഒന്ന് റിലാക്സ് ആകാൻ സഹായിക്കുന്നു. മറ്റൊരു എക്സസൈസ് ആണ് കാഫ് റൈസ്. നിവർന്നു നിന്ന് കാൽമുട്ടുകൾ വളയ്ക്കാതെ പതുക്കെ വിരലുകളുടെ മേൽ ഉയരുക. 2 മുതൽ 3 സെക്കൻഡ് പിടിച്ചു നിർത്തുക. വീണ്ടും പതുക്കെ കാൽപാദം നിലത്തേക്ക് ഇറക്കുക. ഇത് കാലിന് ബലം നൽകാനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും സഹായിക്കും. അടുത്തതാണ് ടവൽ സ്ട്രെച്ച്. തറയിലിരുന്ന് ഒരു ടവൽ പാദത്തിനടിയിൽ വെച്ച് അറ്റങ്ങൾ പിടിക്കുക. കാൽമുട്ട് നിവർത്തി ടവൽ മെല്ലെ വലിക്കുക. 15 തൊട്ട് 30 സെക്കൻഡ് പിടിക്കുക. ദിവസവും 2 മുതൽ 4 തവണ വരെ ആവർത്തിക്കുക. ഇത് ഉപ്പൂറ്റി വേദനയെ കുറയ്ക്കാൻ സഹായിക്കുന്നു. മറ്റൊരു എക്സസൈസ് ആണ് ബോൾ റോളിംഗ്. ഇതിനായി ഒരു ടെന്നീസ് ബോൾ അല്ലെങ്കിൽ തണുപ്പിച്ച വെള്ളം നിറച്ച കുപ്പി പോലുള്ളവ ഉപയോഗിക്കാം. കസേരയിൽ ഇരുന്ന് പന്ത് പാദത്തിനടിയിൽ വെച്ച് 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സാവധാനം ഉരുട്ടുക. ഇത് പാദത്തിനടിയിലെ പേശികൾക്ക് ആശ്വാസം നൽകാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇവയ്ക്ക് പുറമെ വേദന കുറയ്ക്കാനുള്ള മറ്റൊരു മാർഗമാണ് കോൺട്രാസ്റ്റ് ബാത്ത്. കോൺട്രാസ്റ്റ് ബാത്ത് എന്ന് പറയുമ്പോൾ ചൂടുവെള്ളത്തിൽ 3 മിനിറ്റ് കാൽ മുക്കി വെക്കുക. അതിനുശേഷം തണുപ്പ് വെള്ളത്തിൽ 1 മിനിറ്റ് കാൽ മുക്കി വെക്കുക. ഇത് 3 തൊട്ട് 5 തവണ വരെ ആവർത്തിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും വേദനയും വീക്കവും കുറയ്ക്കുവാനും സഹായിക്കുന്നു. വീടിനുള്ളിൽ ചെരുപ്പുകൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. മൈക്രോ സെല്ലുലാർ റബ്ബർ കൊണ്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നിങ്ങൾ ഷൂസ് ഇടുന്നവരാണെങ്കിൽ ഷൂസിനുള്ളിൽ സിലിക്കോൺ കൊണ്ടുള്ള ഹീൽ കപ്സ് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. വേദന ഉണ്ടാകാനുള്ള കാരണങ്ങൾ കണ്ടെത്തി ഉചിതമായ ചികിത്സകളിലൂടെ ഉപ്പൂറ്റി വേദനയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കും.